എല്ലാവരും എല്ലാ സ്പീച്ചിലും പറയുന്ന പോലെ സന്തോഷമായിരിക്കുക. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ മുമ്പിലാണെന്നുള്ള ഒരു അവബോധം ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ദൈവ സാന്നിധ്യം സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിലിരുന്ന് തന്നെ പ്രാർത്ഥിക്കണം. അത് ഒരു അവബോധം വേണം. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. എൻ്റെ മുമ്പിൽ വേറെ ഒന്നുമില്ല. എൻ്റെ ജീവിത പ്രശ്നമില്ല, എൻ്റെ വിഷമവുമില്ല, എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും എൻ്റെ മുമ്പിലില്ല. ഞാനും എൻ്റെ ദൈവവും മാത്രം. ആ ഒരു ഉണ്ടാകണം. എന്നാൽ നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റും. അതേപോലെ ഉത്കണ്ഠയും വേണ്ട. ഞാൻ എന്തൊക്കെയാണ് ചോദിക്കേണ്ടത് ദൈവത്തിന്? പലവരും ഞാൻ നോക്കുമ്പോഴത്തേക്കും കുറേ ലിസ്റ്റായിട്ടാണ് വരുന്നത്. അത് ആദ്യത്തെ ദിവസം ആ ലിസ്റ്റ് ഓർമ്മയുണ്ടാവും. പിന്നെ അടുത്ത ദിവസം തൊട്ട് നമ്മളറിയാതെ തന്നെ ആ ലിസ്റ്റ് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. 1, 2, 3 എന്ന് പോലും അറിയില്ല. അത് നമ്മൾ എന്താ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പോലും അറിയില്ല. അതൊരു പാട്ട് പോലെ അങ്ങോട്ട് പറയുക. യഥാർത്ഥ പ്രാർത്ഥന ചോദിക്കേണ്ട കാര്യമില്ല. നിൻ്റെ ദൈവത്തിനറിയാം. മത്തായി 6:8 നിനക്ക് ആവശ്യമുള്ളതൊക്കെ എന്തൊക്കെയാണെന്ന്. നീ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നീ ലഭിച്ചെന്ന് വിശ്വസിക്കുക. എന്നുവെച്ചാൽ നിനക്ക് ആവശ്യം എന്തൊക്കെയുണ്ടെന്ന് നിൻ്റെ ദൈവത്തിനറിയാം. അത് നിനക്ക് തരാൻ ദൈവം ഓൾറെഡി തയ്യാറായിരിക്കുക. അതിൻ്റെ നടപടി എടുത്തിരിക്കുക. നമ്മൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്തൊക്കെയാണ്. അത് ഇപ്പോൾ അറിയില്ല, കുറേ കഴിഞ്ഞാലേ അറിയൂ. ഇതുകൊണ്ട് എന്ത് പ്രയോജനമായിരുന്നു? ആവശ്യമില്ലാത്ത ചപ്പും ചവരൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത് ഈശോ കാൽവരിയിൽ പ്രാർത്ഥിച്ച പോലെയാണ്. ലൂക്ക 22, 42, 43 എൻ്റെ ഇഷ്ടമില്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. നമ്മളെ പഠിപ്പിച്ചത്, പ്രാർത്ഥിച്ച് പഠിപ്പിച്ചതാണ്. എപ്പോഴും ചോദിക്കേണ്ടത് ദൈവത്തോട്. നമ്മൾ ഒരേ കാര്യം ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ആഗ്രഹമാണ് നമ്മൾ പറയുന്നത്, അത് പ്രാർത്ഥനയായിട്ട് മാറ്റുന്നത്. നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ആകെ ഇത്രയും മാത്രം: എൻ്റെ ആഗ്രഹമില്ല നടക്കേണ്ടത്, നിൻ്റെ ആഗ്രഹം. എന്ന് വെച്ചാൽ നീ പ്രാർത്ഥിക്കുന്നത്, നീ ചോദിക്കുന്നതെല്ലാം നിൻ്റെ ആഗ്രഹമാണ്. അതൊന്നും നടക്കണ്ട. അതിൽ നിൻ്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ നടന്നാൽ മതി. അപ്പോൾ ദൈവാനുഭവം ഉണ്ടാവും. അതാണ് യഥാർത്ഥ പ്രാർത്ഥന. കുറേ ലിസ്റ്റ് ഉണ്ടാക്കി അങ്ങനെയില്ല. അതൊക്കെ എൻ്റെ ആഗ്രഹമാണ്. പക്ഷേ ഇത് എൻ്റെ ആഗ്രഹം നീ നിറവേറ്റി തരണ്ട ദൈവമേ. ഇതിലേതെങ്കിലും നിൻ്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിൻ്റെ ആഗ്രഹം എന്തൊക്കെയാണോ അത് നടത്തിയാൽ മതി. അപ്പോൾ പിന്നെ എന്താ പ്രാർത്ഥിക്കേണ്ടത്? നന്ദി പറയുക. നന്ദി പറച്ചില. ദൈവമായിട്ട് സംസാരിക്കുന്ന. എന്തിനാ നന്ദി പറയണത്? ഒരു 4-5 കാര്യം ഓർത്തെടുക്കുക. ഇതിനു മുമ്പ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ നമ്മളതെല്ലാം മറന്നിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു സഹനം വരുമ്പോൾ അതെല്ലാം മറക്കും. പിന്നെ അതായിരിക്കും നിങ്ങളെ ലിസ്റ്റിൽ. ആ ലിസ്റ്റും കുറേ കഴിഞ്ഞാൽ മാഞ്ഞു പോവും. അതിന് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ അത് വായിച്ചിട്ട് ദൈവത്തിന് തന്നെ
ഐഡിയാസ് പറഞ്ഞു കൊടുക്കും പലവരും. എൻ്റെ കൂടെ കൗൺസിലിംഗിൽ നിന്ന് വന്നിട്ട് പലവരും ഞാൻ എപ്പോഴും പറയാറുണ്ട്, മിക്കവാറും വന്ന് ചോദിക്കുന്ന സ്ഥലം വിൽക്കണം, അതിനുവേണ്ടി ബ്രദർ പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ ചോദിക്കും, എന്തിനാണ് ഇപ്പോൾ അത്യാവശ്യം സ്ഥലം വിൽക്കേണ്ടത്? മകളുടെ കല്യാണം. അപ്പോൾ മകളുടെ കല്യാണം നടക്കേണ്ടത്, പക്ഷേ അവർ തന്നെ ഉറപ്പിച്ച് വെച്ചിരിക്കുക സ്ഥലം വിറ്റാൽ മാത്രമേ ദൈവത്തെ കൊണ്ട് പോലും കല്യാണം നടത്തി തരാൻ പറ്റൂ. ഐഡിയാസാണ്. എനിക്ക് ലോൺ പാസ്സാകണം, എന്നാലേ വീട് കെട്ടാൻ പറ്റൂ, കടം തീരണം. നമ്മൾ തന്നെ ദൈവത്തിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുക. യഥാർത്ഥത്തിൽ അത് ശരിയാണോ? ഇല്ല. നമുക്കെന്താണ് ആവശ്യം അത് ദൈവം പഠിപ്പിച്ച പോലെ നമുക്കെന്ത് ആവശ്യമുണ്ടോ അത് മാത്രം പറയുക. എന്നിട്ട് അതിൻ്റെ കൂടെ പറയണം, എൻ്റെ ഇഷ്ടമില്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക ഒരു മാസത്തേക്ക്. എപ്പോഴും പറയാറുണ്ട്, അടുത്ത മാസം വരെ ഞാൻ പറയുന്ന ക്ലാസ് ഒന്ന് പ്രാക്ടീസ്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, അനുഭവം കിട്ടും. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ കൂടെ ഉള്ളൊരു അനുഭവം ഉണ്ടാകും. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ലക്ഷ്യം എന്തായിരിക്കണമെന്ന് വെച്ചാൽ, ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് ആ നിയമങ്ങളെല്ലാം നടന്നു കിട്ടുന്നതല്ല ലക്ഷ്യം. ഉടമ്പടി എന്ന് പറയുന്നത് ദൈവമായിട്ട് ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കുക, സ്വന്തമായി തീരുക. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ അനുഗ്രഹമൊക്കെ നഷ്ടപ്പെടും. അത് തന്നെ നിങ്ങൾക്ക് വേണ്ടാതാവും കുറേ കഴിയുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അരമണിക്കൂറേ എടുക്കുകയുള്ളൂ, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഉറക്കം എന്നാണെങ്കിൽ ഒന്ന് സ്തുതിച്ചാൽ മതി. പിശാസ് ആഗ്രഹിക്കുന്നില്ല ഇതെല്ലാം നിങ്ങൾ കേൾക്കണമെന്ന്, പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവാനുഭവം ഉണ്ടാകും. എല്ലാ കാര്യവും വിട്ടുകളാം, എല്ലാ ഉത്കണ്ഠയും വിട്ടുകളാം. എങ്ങനെ സംഭവിക്കും, എന്താണ്, ഇതേതാണ്, ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ അത് തന്നെ അതിലേക്ക് തന്നെ പോകണ്ടേ, ആ പ്രശ്നങ്ങളിലേക്ക് പോകണ്ടേ. ഇപ്പം കിട്ടുമോ ഉത്തരം? നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ദൈവം ആ ഫയൽ ഏറ്റെടുത്തിരിക്കുക, അത് മനസ്സിലാക്കുക. പിന്നെ ആ പ്രശ്നം നിങ്ങളുടെ പ്രശ്നമില്ല, ദൈവത്തിൻ്റെ പ്രശ്നമാണ്. പുറത്തേക്ക് പോകുമ്പോഴും ആ പ്രശ്നം കണ്ണി കാണണമെങ്കിൽ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല, അത് ദൈവം കൈകാര്യം ചെയ്തോളും, അമ്മ മാതാവ് ചെയ്തോളും. ഭംഗിയായിട്ട് ചെയ്യും, വളരെ ഭംഗിയായിട്ട്. ഈ ലോകത്ത് ഇതിന് ഉത്തരവേ ഇല്ലെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന കാര്യത്തിനൊക്കെ എൻ്റെ അനുഭവം കൊണ്ട് തന്നെ ഞാൻ പറയുക, പല അനുഭവമുണ്ട് ഇവിടെ. ഈ ലോകത്ത് ഇതിന് ഉത്തരവേ ഇല്ല. പലവരും തീരുമാനിക്കും, ഇതിന് നമ്മൾ തന്നെ ആലോചിക്കും, ഇതിന് എങ്ങനെ, അഥവാ ദൈവം കൈകാര്യം ചെയ്താൽ തന്നെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യും. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ദൈവം ചെയ്യുന്നത്. നമുക്ക് ആലോചിച്ചു പോലും നോക്കാൻ പറ്റില്ല. ശിഷ്യന്മാർ കൊടുങ്കാറ്റിൽ പോയിട്ടപ്പോൾ, കടലിൽ പെട്ടുപോയപ്പോൾ അവർ പേടിച്ചപ്പോൾ, അവർ പ്രതീക്ഷിക്കാത്ത വഴി കൂടി ആ ദൈവം വെള്ളത്തിൽ കൂടി നടന്നു വന്നു. അതൊന്നും ഓർത്തു നോക്കാൻ പറ്റില്ല, സ്വപ്നത്തിൽ പോലും ഓർക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ ആ പ്രശ്നമൊക്കെ വിട്ടുകളാം. എനിക്ക് 1 കോടി രൂപ കടമുണ്ട്, വരുമാനമാകെ പലവരും ഉണ്ട്, 40 ലക്ഷം കടം, 50 ലക്ഷം കടം. എന്താ ശമ്പളം എന്ന് ചോദിച്ചാൽ 10,000 രൂപ. അവർ കൗൺസിലിങ്ങിൽ എന്നോട് ഇങ്ങോട്ട് ചോദിക്കും, 10,000 രൂപ എൻ്റെ ശമ്പളം വെച്ച് എങ്ങനെ കടം തീർക്കാനാണ്? വീട് സ്വന്തമില്ല, എങ്ങനെ കടം തീർക്കാനാ? അത് ദൈവത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. നമ്മുടെ ദൈവത്തിന് എല്ലാം സാധ്യമാണ്, എല്ലാം സാധ്യമാണ്. അത് നിങ്ങളോ ഞാനോ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല, തല പുണ്ണാക്കിയിട്ട് കാര്യമില്ല. ദൈവത്തിന് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കേണ്ടി ഇത്രേ മാത്രമേ ഉള്ളൂ, ദൈവ സാന്നിധ്യത്തിൽ ആയിരിക്കുക. ഏതെങ്കിലും ഒരു കാര്യം, നിനക്കിപ്പോൾ 50 ലക്ഷമാണ്
നിൻ്റെ കടം 10 ലക്ഷമാണ് കടം, നിനക്കാകെ 10,000 രൂപയ്ക്ക് താഴെ ശമ്പളമുള്ളൂ, ജോലിയുമില്ല, എന്നാലും എപ്പോഴെങ്കിലും ദൈവം നിനക്കൊരു 50 പൈസ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് എപ്പോഴും നന്ദി പറയുക. ദൈവം അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിൽ എപ്പോഴും ദൈവത്തിലിരുന്ന് അകന്നു പോകാതെ നോക്കണം. ഇത്രയേ ഉള്ളൂ പ്രാർത്ഥന. ദൈവത്തിലിരുന്ന് അകന്ന് പോകരുത്. ദൈവം നോക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ തിരക്കിൽ ഞമ്മ പെടുമ്പോഴും ഞമ്മ തനിച്ച് കാണണം ദൈവത്തിനെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനെ എല്ലാം കാണാൻ പറ്റും. എന്നാലും ഞമ്മ എത്ര വലിയ തിരക്കാണെങ്കിലും നമ്മളെ മക്കളെയോ നമ്മളെ പ്രിയപ്പെട്ടവരെയോ നമുക്ക് കാണാൻ പറ്റും പെട്ടെന്ന്. അപ്പോൾ അതെങ്ങനെയാ? ഒരു തിരക്കിൽ പെടുമ്പോൾ പെട്ടെന്ന് കണ്ണി കാണുന്ന എന്തിനാ? ഏത് വലുതാണോ അത് കാണപ്പെടും. ആ തിരക്കിലുള്ളതിൽ വലുത് അത് കാണപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ വലുതാകുക. പ്രൈസ് ദി ലോർഡ്. അത് ദൈവം പറഞ്ഞിരിക്കുന്നത് ലൂക്കാവ് 14:11 യവൻ എളിമപ്പെടുന്നു അവൻ വലുതാണ്, വലിയവനായവനെല്ലാം ചെറുതാണ്. പ്രൈസ് ദി ലോർഡ്. എളിമപ്പെടണം. അതുപോലെ 1 പത്രോസ് 5:5 ഇതൊക്കെ പറ്റുമെങ്കിൽ എഴുതി വയ്ക്കുക. എവിടെയെങ്കിലും എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് നമ്മളെ കയ്യിൽ ഒരു ചെറിയ നോട്ട്ബുക്ക് വേണം, ഒരു ചെറിയ പേപ്പർ ഉണ്ടാകണം. അത് എഴുതിയെടുത്തിട്ട് ഇന്ന് ദൈവം സംസാരിച്ചത്, ദൈവം സംസാരിക്കും, ഇതൊക്കെയാണ് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ബുക്ക്, നിങ്ങളെ ഒരു പേഴ്സണൽ ബുക്ക് വേണം, വചനത്തിൻ്റെ ബുക്ക്. ദൈവം സംസാരിക്കുമ്പോൾ അപ്പോൾ ദൈവം നോക്കും നിങ്ങൾ ഇതിൽ കുറേ കൂടി സീരിയസാണ് ഈ വിഷയത്തിൽ. ദൈവത്തോട് സംസാരിക്കണതിൽ സീരിയസാണ്. നമ്മൾ പലപ്പോഴും സീരിയസ് ആകാറില്ല. നിങ്ങൾ ഒരാളോട് ഒരു കാര്യം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ ചെവി കൊടുത്തില്ല, നിങ്ങൾ പറയണമെന്ന് ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വർത്തമാനം നിർത്തും, സംസാരിക്കാൻ തോന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം സംസാരിക്കുന്നതെല്ലാം, വചനമെല്ലാം എവിടെയെങ്കിലൊക്കെ കുറിച്ച് വയ്ക്കുമ്പോഴത്തേക്കും യു ആർ സീരിയസ്. അപ്പോൾ എന്താ ചെയ്യുക? കൂടുതൽ സംസാരിക്കാൻ തോന്നും. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരാരാണ് നമ്മളെ കൂടുതൽ കേൾക്കുന്നോ അവരോട് കൂടുതൽ സംസാരിക്കാൻ തോന്നും. നമ്മളെ ശ്രദ്ധിക്കാത്തവരോട് സംസാരിക്കാൻ തോന്നുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴും ദൈവം സംസാരിക്കണം നമ്മളോട്. നമ്മൾ മാത്രം സംസാരിക്കുന്നതിൻ്റെ പേരില്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷനാണ്. അപ്പോൾ എഴുതിയെടുക്കുക. അതൊക്കെ ശ്രദ്ധിക്കും. ഇവരൊക്കെ ശ്രദ്ധിക്കുകയാണ്, എൻ്റെ വചനം ശ്രദ്ധിക്കുകയാണ്, അത് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കണം. എങ്ങനെയാണ് ഓർക്കുക? ഓർക്കുന്നത് അത് പ്രവർത്തിക്കാൻ ഒന്ന് ശ്രമിക്കണം. പ്രവർത്തിക്കണമെന്നില്ല, പ്രവർത്തിക്കാനൊക്കെ കുറേ ബുദ്ധിമുട്ടാണ്. അത് പ്രാർത്ഥന വേണം, അത് ദൈവം തന്നെ കൃപ തരണം. പക്ഷെ ശ്രമിക്കുക. സൈക്കിൾ ഓടിക്കുന്ന പോലെയാണ്, സൈക്കിൾ ഓടിച്ച് പഠിക്കുന്നത് പോലെയാണ്. ആദ്യം കുട്ടികൾ സൈക്കിൾ ഓടിക്കുമ്പോൾ കുറേ പരുക്ക് പറ്റും. അത് ശ്രമിക്കുമ്പോഴൊക്കെ തെറ്റിപ്പോവും, വീണുപോവും. എന്നിട്ട് എണിച്ച് കുറച്ചായിട്ട് ശ്രമിക്കുക. നുണ പറയരുതെന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നുണ പറയും, ഉറപ്പാണ്. ആവശ്യമില്ലാത്തതൊക്കെ പറയും. ഒരു ലാഭവും ഇല്ലെങ്കിൽ നമ്മൾ പറയും. എന്നാലും 10 പറയുന്ന സ്ഥലത്ത് അത് 9 കുറയും, പിന്നെ 8 കുറയും. അത്രയും ശ്രദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ആ ഒരു അവബോധം ഉണ്ടാകും. അപ്പോൾ ഇത് വചനം ശ്രദ്ധിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അനുദപിക്കാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിപ്പിച്ച് തരും അവർക്കൊക്കെ. ഇല്ലെങ്കിൽ നമ്മൾ അനുദപിക്കും എന്നൊക്കെ പറയും, ഒളിഞ്ഞു കിടക്കും അവിടെ ഇവിടൊക്കെയായിട്ട്. നമ്മൾ എല്ലാം അനുദപിക്കില്ല. അപ്പോൾ ഗ്രേഡ് കുറയും, ഡിഗ്രി കുറയും.
ഗ്രേസിൻ്റെ കൃപയുടെ അളവ് കുറഞ്ഞു പോകും. ഞാൻ 5 കിലോ വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ വീട്ടിൽ എത്തി നോക്കുമ്പോഴത്തേക്കും 1/2 കിലോ കാണുള്ളൂ, ചോർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് 5 കിലോ വാങ്ങിച്ചാൽ അത് 5 കിലോ തന്നെ കിട്ടണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് എപ്പോഴും അനുദപിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വലിയ കാര്യങ്ങളൊന്നുമില്ല, ഇതൊക്കെ സിമ്പിളാണ്. ദൈവം ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ തലയൊക്കെ പുണ്ണാക്കി ഭയങ്കര എന്തൊക്കെയോ ആണ് ഈ പ്രാർത്ഥന. ദൈവത്തെ കിട്ടാൻ വലിയ പ്രയാസമാണ്. എവിടെയൊക്കെയാണ് ദൈവം വലിയ അകന്ന് നിൽക്കുകയാണ്. ഇവർക്കൊക്കെ കിട്ടും, എനിക്കൊന്നും കിട്ടില്ല. ഇതിനെന്തോ കുറേ പ്രാർത്ഥിച്ച് 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 ഉപവസിച്ചൊക്കെയാണ് ദൈവത്തെ കിട്ടുന്നതെന്ന്. നിങ്ങൾ തനിയെ ഉപവസിച്ചോളും. ദൈവത്തെ കിട്ടിക്കഴിയുമ്പോഴാണ് ഉപവസിക്കുന്നത്. ദൈവത്തെ അനുഭവിച്ച് കഴിയുമ്പോഴാണ് ഉപവസിക്കണം. ദൈവത്തെ അനുഭവിച്ച് കഴിയുമ്പോഴാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ കൂടുതൽ പ്രാർത്ഥിച്ചില്ല ദൈവത്തെ കിട്ടുക. പ്രൈസ് ദി ലോർഡ്. ദൈവസ്നേഹം അനുഭവിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുക. അത് മനസ്സിലാക്കണം. ഇതൊക്കെ പിശാച് തെറ്റായ ധാരണ കൊടുത്തു വച്ചിരിക്കുക. കുറേ പ്രാർത്ഥിച്ചാണ് ദൈവത്തെ കിട്ടുക. ഇല്ല, ദൈവത്തെ കിട്ടിയാലാണ് കൂടുതൽ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ വലുതാണെങ്കിൽ എളിമപ്പെടണം. അത്രേ ഉള്ളൂ, എളിമപ്പെടണം. എന്നാൽ ഞാൻ ചോദ്യം ചോദിച്ചാൽ എങ്ങനെയാണ് എളിമപ്പെടുക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓർത്തിട്ടുണ്ടോ? എപ്പോഴും കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് എളിമപ്പെടുക? എളിമപ്പെടാൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അഹങ്കാരികളെ ദൈവം അകറ്റി നിർത്തും. ദൈവം വെറുക്കുകയൊന്നുമില്ല. ദൈവത്തിലിരുന്ന് അമ്മ തന്നെ അകന്നു പോവും. അതേപോലെ എളിമ ഉള്ളവരെ ദൈവം സ്നേഹിക്കും. എന്ന് വെച്ചാൽ ദൈവം അടുത്തായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എളിമപ്പെടുന്നത് എങ്ങനെയാണ്? ഈ ചെറുതായിട്ടിങ്ങനെ സംസാരിച്ച്, വലിയ ഒച്ചയില്ലാതൊക്കെ സംസാരിച്ച്, ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് ഇങ്ങനെ കൈയൊക്കെ വെച്ച് നിൽക്കുന്നതാണ് എളിമപ്പെടുന്നത്. എളിമപ്പെടേണ്ടത് എങ്ങനെയാണ്? എളിമപ്പെടാൻ ആഗ്രഹമുള്ളവർ എത്ര പേരാണ്? ഒന്ന് കൈപൊക്കാവും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതുവരെ എളിമപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ട്രൈ ചെയ്ത്? പ്രൈസ് ദി ലോർഡ്. എളിമപ്പെടാൻ എങ്ങനെയാണ് ട്രൈ ചെയ്ത്? അപ്പോൾ ഹൗ ടു ബി ഹംബിൾ, അതിനൊരു 2-3 പോയിൻ്റ് പറഞ്ഞുതരാം. ശ്രമിച്ചു നോക്കുക. ട്രൈ ചെയ്താൽ മതി. ഈ വചനം എല്ലാം ആദ്യം ട്രൈ ചെയ്യുക, ശ്രമിച്ചു നോക്കുക. ശ്രമിക്കുമ്പോൾ കുട്ടികൾ നടക്കാൻ തുടങ്ങുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൂടുതൽ താല്പര്യം കാണിക്കും. എൻ്റെ മോൻ നടക്കാൻ പഠിക്കേണ്ട, മോള് നടക്കാൻ പഠിക്കേണ്ടെന്ന്. എന്നിട്ട് വീഴുമ്പോൾ കൈപിടിച്ച് തരും. ഇത് നമ്മൾ നടക്കുകയില്ല, ഇരുന്നുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എളിമപ്പെടേണ്ടത് ആദ്യം എളിമപ്പെടണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു അവബോധം വേണം. എൻ്റെ ദൈവം എൻ്റെ കൂടെയാണ്. അപ്പോൾ നമുക്ക് വലിയ ഈ പേടി കൊണ്ടാണ് ഈ അഹങ്കാരവും ഇതെല്ലാം തന്നെ. നമ്മളെ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുന്നത് എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ തന്നെയാണ് എന്നുള്ളൊരു അഹങ്കാരം. അത് പേടിയാണ്. യഥാർത്ഥത്തിൽ അതിൽ ഒളിഞ്ഞു കിടക്കുന്നത് ഒരു പേടിയാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഏറ്റവും വലിയ VIP, ഏറ്റവും വലിയ VVIP, എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണെന്ന് വെച്ചോ, ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡൻ്റാണെന്ന് വെച്ചോ, എൻ്റെ കൂടെ നടക്കുക. എൻ്റെ കൂടെ നടക്കുമ്പോഴത്തേക്കും ആരെങ്കിലും വന്ന് അവിടെ ഇരുന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയാലോ, ഇല്ല ചീത്ത വിളിച്ചാലോ, ഇല്ല നിന്നെ അങ്ങനെ ചെയ്ത് കളയും, ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് അവരോട് വഴക്കിടാൻ തോന്നുമോ? ഇല്ല, തോന്നില്ല.
കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ അത്രയും ശക്തിയുള്ള ഒരാളുണ്ട്, പുള്ളി നോക്കിക്കോളും, വിട്, ശ്രദ്ധിക്കണ്ട എന്ന് പറഞ്ഞ് അമ്മ വിട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ ഈ ഒരു അവബോധം നമുക്ക് വേണം. എൻ്റെ കൂടെ എൻ്റെ ദൈവം ഇരിക്കുകയാണ്. ആ ദൈവത്തിന് ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കരുത്. നമ്മൾ വലിയ അഹങ്കാരം കാണിക്കുമ്പോൾ, ഒരു നിങ്ങളെ സ്നേഹിക്കുന്ന വലിയ ആൾ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചീത്ത വിളിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? അവർക്ക് എന്ത് തോന്നും? എൻ്റെ കൂടെ ഇത്രയും വലിയ ആളുള്ളപ്പോൾ ചെറിയ ചെറിയ ആൾക്കാരായിട്ടാണ് വഴക്കിന് പോകുന്നത്. ഇല്ല, ദേഷ്യപ്പെടണം, സങ്കടപ്പെടണം, ഈ അഹങ്കരിക്കുക, ഞാൻ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. അത് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കൊരു അവബോധം മതി, എൻ്റെ ദൈവമുണ്ട്, ഞാൻ ഇങ്ങനെ കൈയും പിടിച്ച് നടന്നാൽ മാത്രം മതി, ഞാൻ ഒന്നും ഈ പ്രശ്നത്തിൽ പോകണ്ട, പുള്ളിക്കാരൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും. പ്രൈസ് ദി ലോർഡ്. ആ ഒരു അവബോധം ആദ്യം വേണം. ഒന്നിനും പ്രശ്നം ഉണ്ടാക്കരുത്. എൻ്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സാത്താൻ, പിശാച് ഇതിനെല്ലാം ക്ലെയിം ചെയ്യും, അവകാശവാദം ഉന്നയിക്കും. നിങ്ങൾ അഹങ്കരിക്കുമ്പോൾ, സാത്താൻ അഹങ്കരിച്ചിട്ടാണല്ലോ ദൈവത്തിരുന്ന് അകന്നു പോയത്. അപ്പം അഹങ്കരിക്കുമ്പോൾ സാത്താൻ അവകാശവാദം ഉന്നയിക്കും. ഇത് ജൂഡ് അതിൽ ഒരു അധ്യായമുള്ള 9-ാമത്തെ വചനം നോക്കുമ്പോൾ അറിയാം. മോശയുടെ മൃതശരീരത്തിൽ സാത്താൻ അവകാശവാദം ഉന്നയിച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മ പാപം ചെയ്യുമ്പോൾ, അഹങ്കരിക്കുമ്പോൾ ഒരു അവബോധം വേണം. ഞാൻ ദൈവ സാന്നിധ്യത്തിലിരുന്ന് എൻ്റെ അധികാരം സാത്താൻ്റെ കയ്യിലായി പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പത്തന്നെ അനുദപിച്ചോളണം. അതിൻ്റെ പ്രോസസ്സാണ്. നമ്മൾ ദൈവത്തിൻ്റെ ഒരു സർക്കിളിലാണ് നിൽക്കുന്നത്. നമ്മൾ എളിമപ്പെടാതിരിക്കുമ്പോൾ, നമ്മളെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുമ്പോഴും അഹങ്കരിക്കുമ്പോഴും നമ്മൾ അങ്ങോട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് പ്രലോഭനം സാത്താൻ നമുക്ക് കുറേ തരും. പ്രൈസ് ദി ലോർഡ്. അത് ശ്രദ്ധിക്കണം. ഞാൻ ഈ ഇടയ്ക്ക് ഒരു പ്രോഗ്രാം കാണുകയുണ്ടായി. അതിൽ ഒരാൾ, ഒരു ടി വിയിൽ പ്രോഗ്രാമാണ്, അവർ ലൈവായിട്ട് പെട്ടെന്ന് പോയിട്ട് അവർ പറയുന്നത് തന്നെ, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ ഉത്തരം തരരുത്, മിണ്ടരുതെന്ന് പറഞ്ഞിട്ട്. പ്രൈസ് ദി ലോർഡ്. മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ജയിച്ച്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സാത്താനും നമ്മൾ ഔട്ടാക്കാൻ നിൽക്കുക. ഇനി ദൈവത്തിൻ്റെ ഏരിയയിലാണ് നിൽക്കുന്നത്, ആ മാധ്യത്തിലിരുന്ന് സാത്താൻ്റെ മാധ്യത്തിലേക്ക് കൊണ്ടുവരാൻ നിന്നെക്കൊണ്ട് പാപം ചെയ്യിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ടത് മിണ്ടരുത്. സാത്താൻ വന്നിട്ട് പ്രലോഭനം തരും. അത് ആര് വെച്ചാൽ, ചിലപ്പോൾ നിങ്ങളെ ഭർത്താവ് മദ്യപിച്ചിട്ട് വരും. അത്രയും നേരം പ്രാർത്ഥിച്ച് കൊന്തയൊക്കെ ചൊല്ലി വീട്ടിൽ കുറേ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിരിക്കും. അവിടെ ഒന്ന് ഒച്ചയെടുക്കുമ്പോഴത്തേക്കും തിരിച്ച് സംസാരിക്കും. പോയി. പ്രൈസ് ദി ലോർഡ്. ഔട്ട്. ഒരാളെ അവമാനിക്കും. വീട്ടിൻ്റെ അടുത്തുള്ളവരോ ജോലിക്ക് പോകുമ്പോൾ കൂടെ ഉള്ളവരെന്തെങ്കിലും സംസാരിക്കും. അപ്പോൾ അടുത്തുള്ളവർ വന്നിട്ട് പറയും, എടി നിന്നെക്കുറിച്ച് ഇത് മോശമായിട്ട് ഇവിടെ പറഞ്ഞു കേട്ടോ. അപ്പം തീർന്ന് ഔട്ട്. മിണ്ടാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇത്രയേ ഉള്ളൂ, അവൾ എന്തൊക്കെയാണെന്ന് അറിയാമെന്ന് പറഞ്ഞ് അമ്മ അങ്ങോട്ട് പറയാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. തീർന്ന് ഔട്ടായി. പ്രൈസ് ദി ലോർഡ്. അതുപോലെ മിണ്ടരുത്. അതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ, എന്തെങ്കിലും ഒരു ഉത്കണ്ഠ വന്നു കഴിയുമ്പോൾ, ഇത് മിണ്ടിപ്പിക്കാനാണ്, വിശ്വാസത്തിനെതിരെ സംസാരിപ്പിക്കാനാണ്. അപ്പോൾ നമ്മൾ ഉത്കണ്ഠപ്പെട്ട് പിറുപിറുക്കുമ്പോൾ പോയി, ഔട്ടായി. ഒരു കാരണവശാലും മിണ്ടരുത്. അത് ശ്രദ്ധിക്കണം.
മിണ്ടരുതെന്ന് പറഞ്ഞാൽ പ്രതികരിക്കരുത്, പ്രതികരിക്കാതെ ഇരിക്കുക. അത് മത്തായി 5:11 ഈശോ നമ്മളോട് പറയുക, നിങ്ങൾ ജനങ്ങളെ അവമാനിക്കുമ്പോഴും അവമാനപ്പെടുത്തുമ്പോഴും നിങ്ങളെക്കുറിച്ച് നുണയായിട്ട് ഇല്ലാത്തതെല്ലാം പറയുമ്പോഴും നിങ്ങൾ മിണ്ടാതിരിക്കുക, സന്തോഷിക്കുക എന്ന്, പ്രതികരിക്കരുത്. ഇതൊക്കെ ഒരു പ്രലോഭനമാണ്. അപ്പോൾ ഇത് പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ, സാത്താൻ്റെ പ്രലോഭനത്തിലിരുന്ന് നമ്മൾ ജയിച്ചു കഴിയുമ്പോൾ അതിന് എളിമപ്പെടലാണെന്നാണ് പറയുന്നത്. പ്രലോഭനം എന്താ? ദൈവവചനം പാലിക്കാതെ ഇരിക്കാൻ ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതാണ് പ്രലോഭനം. പ്രൈസ് ദി ലോർഡ്. ഒരു കാരണവശാലും എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെക്കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിരിക്കുക, ഞാൻ അതിനെ പോയി പ്രതികരിച്ചില്ലെങ്കിൽ അത് സത്യമായിട്ട് തന്നെ ആൾക്കാരെല്ലാം വിശ്വസിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അയാളെക്കുറിച്ച് ഞാൻ ഒരു കുറ്റം പറയണം, വിധിക്കണം, അത് പാവമാണ്, ദൈവവചനത്തിന് എതിരെയാണ്. അപ്പോൾ പ്രലോഭനമെന്ന് പറയണത് ദൈവവചനം പാലിക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൻ്റെ പേരാ പ്രലോഭനം. പ്രൈസ് ദി ലോർഡ്. മിണ്ടരുത്, ഔട്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. ഒരു കാരണവശാലും മിണ്ടിപ്പോകരുത്. ആ ഒരു അവബോധം നിങ്ങൾക്ക് വേണം. സ്വന്തം അമ്മയോടായാലും വഴക്കിടുന്നതെല്ലാം നമുക്കിഷ്ടപ്പെടാത്തതൊക്കെ അമ്മ ചെയ്യും. ഈ പെൺമക്കൾക്കുള്ള പ്രശ്നം ഇതാ. എന്നിട്ട് പ്രലോഭനത്തിൽ ഔട്ടായി കഴിഞ്ഞിട്ട് പിന്നെ വന്ന് പ്രാർത്ഥിക്കും, എന്നിട്ട് പരാതിയാണ്, അത് ദൈവം കേട്ടില്ലല്ലോ, എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, എനിക്ക് ഉത്തരം ലഭിച്ചില്ല, കുറേ ദിവസമായി. ഇതൊക്കെയാണ് പ്രശ്നം. നിങ്ങൾ ഔട്ടായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം അനുദപിക്കണം. ഔട്ടായ കുഴപ്പമില്ല, ഔട്ടാകുമ്പോൾ തന്നെ അനുദപിച്ച് അടുത്ത പ്രാവശ്യം ചെയ്യരുത്. അത് ശ്രദ്ധിക്കണം. അത് പലവരും ശ്രദ്ധിക്കാറില്ല. ഉടമ്പടിയൊക്കെ അമ്മ എടുക്കും, പക്ഷേ ഈ ഔട്ടാകരുത്. അമ്മയുടെ കൂടെ നിൽക്കണം, ദൈവ സാന്നിധ്യത്തിലുണ്ടാകണം. ഭർത്താവിനോടായാലും ഭാര്യയോടായാലും മദ്യവെച്ചോട്ടെ, നിങ്ങളുടെ കയ്യിൽ ആയുധമില്ലേ, ജപമാലയില്ലേ. പ്രൈസ് ദി ലോർഡ്. മക്കൾ ഫോണിൽ അടിമയായിക്കോട്ടെ, നിങ്ങളുടെ കയ്യിൽ ആയുധമില്ലേ, ജപമാലയില്ലേ, അവർക്ക് വേണ്ടി കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വീട്ടിൽ 4 പേരാണെങ്കിൽ 3 പേര് പ്രാർത്ഥനയ്ക്ക് വന്ന് ഇരുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുഴപ്പമില്ലാത്തില്ല. അത് നിങ്ങളുണ്ടല്ലോ വിശ്വാസത്തിൽ, 4 കൊന്ത ചൊല്ലിയാൽ മതി, അവർക്കും കൂടി ചേർത്ത് നിങ്ങൾ ചൊല്ലിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഉറപ്പ് എഴുതി വെച്ചോ, കുറേ കഴിയുമ്പോൾ അവർ വന്ന് അവിടെ പ്രാർത്ഥനയിൽ ഇരുന്നിരിക്കും, ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. അവർ 3 പേരും ഇല്ലാത്തപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് എന്തായാലും എൻ്റെ കടമ തീർക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ജപമാലയും ചൊല്ലി അത് വെറുപ്പോടെ ചൊല്ലുകയും ചെയ്യും. എന്ത് നശിഞ്ഞ പിള്ളേരാണ്, എന്താ എൻ്റെ ജീവിതം നശിഞ്ഞ് കിടക്കണം എന്ന് 2 വാക്കും പറയാം, ഔട്ടായി. പ്രൈസ് ദി ലോർഡ്. ഔട്ടായി. നിങ്ങൾ ഒന്നും മിണ്ടരുത്, പ്രാർത്ഥിച്ചാൽ മതി. ഇത്രയും വലിയ ആയുധമില്ല ദൈവം തന്നിരിക്കണ ജപമാലയില്ലേ കയ്യിൽ. ഏത് കാര്യത്തിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രതികരിക്കരുത്. പക്ഷേ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇതൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്ക്. എനിക്കും ബുദ്ധിമുട്ടാണ് അതൊക്കെ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതൊക്കെ ശ്രമിക്കണം. നമ്മൾ കുറച്ചായിട്ട് ശ്രമിച്ച് അതിലേക്ക് പോകണം. ഈ ഒരു അവബോധം മതി. ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും അത് മിണ്ടാതെ ഇരിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, പുറപ്പാട് 14:14 നിന്നോട് ആരെങ്കിലും നിന്നെ ഭീഷണിപ്പെടുത്തി, അത് പ്രലോഭനമാണ്. നീ തിരിച്ചെന്തെങ്കിലും പറയണം, തിരിച്ച് പ്രവർത്തിക്കണം. ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നീ മിണ്ടരുത്. നിനക്ക് വേണ്ടി ദൈവം മുമ്പിൽ കയറി നിൽക്കും. നീ ചെയ്യേണ്ട യുദ്ധം നീ ചെയ്യേണ്ട, നിന്നെക്കൊണ്ട് സാധിക്കില്ല. ആദ്യം അത് മനസ്സിലാക്കുക. നിനക്ക് വേണ്ടി ദൈവം നിൻ്റെ മുമ്പിൽ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. അതിന് മിണ്ടാതിരിക്കണം. അതുകൊണ്ടാണ് ഈശോ
പറഞ്ഞത് മത്തായി 5 നിന്നെ 1 മൈൽ നടക്കാൻ പറഞ്ഞാൽ നീ 2 മൈൽ നടന്നോ, പ്രതികരിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. അതേപോലെ നിൻ്റെ അങ്കി ആരെങ്കിലും ചോദിച്ചാൽ മേലങ്കിയും കൂടി എടുത്ത് കൊടുത്തേക്ക്, പ്രതികരിക്കാൻ പോകണ്ട, ഔട്ടായി പോവും. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെയാണ് എളിമപ്പെടുന്നത്. എന്താണ്? ദൈവവചനം അതേപോലെ പാലിക്കുന്നതാണ്, അത് വിശ്വസിക്കുന്നതാണ്, അത് നടപ്പിലാകട്ടെ എന്ന് പറയുന്നതാണ്, അത് നടത്താൻ നമ്മൾ ശ്രമിക്കുന്നതാണ് എളിമപ്പെടുന്നത്. അത് അമ്മ മാതാവ് ലൂക്ക 1:38 അതാണ് പറഞ്ഞത്, ഇതാ നിൻ്റെ ദാസി, അവിടെ നിന്ന് പറഞ്ഞ പോലെ സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ അവിടുത്തെ തിരുമനസ്സ് നടപ്പിലാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എളിമപ്പെടൽ ഈശോ പറഞ്ഞ എൻ്റെ കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ നിന്നെ മറന്ന് എൻ്റെ പുറയിൽ നടക്കുക, കുരിശെടുത്ത് നടക്കുക. നിന്നെ മറന്ന്, നമ്മളെ തന്നെ മറക്കുന്നതിൻ്റെ പേരാണ് എളിമപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. എനിക്കെന്ത് സംഭവിക്കും, എനിക്കെന്താ ഉള്ളത്, എന്നെ ആരാ സ്നേഹിക്കുന്നത്, എന്നോടെന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്, അതൊന്നും ശ്രദ്ധിക്കരുത്. പ്രൈസ് ദി ലോർഡ്. എന്നെക്കുറിച്ച് ആലോചിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ താല്പര്യത്തിൽ ശ്രദ്ധിക്കുക, നിന്നെ മറക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫിലിപ്പിയർ 2:4 നിൻ്റെ താല്പര്യമില്ല, മറ്റുള്ളവരുടെ താല്പര്യമാണ് നോക്കേണ്ടത്. അവർ ചിലപ്പോൾ നിനക്കിഷ്ടമില്ലാത്ത കാര്യമാണ് പറയണം. ചെറിയ കാര്യം, കാലത്തെ ഭക്ഷണം, നിനക്ക് താല്പര്യമുള്ളത് ഇഡ്ഡലി ആയിരിക്കും, അമ്മ വയ്ക്കുന്ന പുട്ടായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അവിടെ പ്രശ്നമായി. സാത്താൻ അതൊക്കെ ഒരു പ്രലോഭനമാണ്. ഔട്ടായി. ഞാൻ ഭക്ഷണം കഴിക്കില്ല, പോവും. പ്രൈസ് ദി ലോർഡ്. തീർന്ന് ഔട്ടായി. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെയാണ് OETക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ ഉടമ്പടി കൊടുക്കാൻ പോകുന്നത്. എവിടെ എത്ര മാർക്ക്, അതിൽ തന്നെ ഫെയിലായല്ലോ, പിന്നെ ഇവിടെ വന്ന് എക്സാം എഴുതിയിട്ട് എന്താ കാര്യം? പ്രൈസ് ദി ലോർഡ്. ആ എക്സാമിൽ ഫെയിലായിട്ട് ഇവിടെ വന്ന് OETയുടെ എക്സാം എഴുതിയിട്ട് എന്താ കാര്യം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യം ശ്രമിക്കുക, അത് പാസ്സാകാൻ ശ്രമിക്കുക. മിണ്ടരുത്, ഒരു കാരണവശാലും മിണ്ടിപ്പോരുത്. നിന്നെ ഔട്ടാക്കാൻ വേണ്ടി സാത്താൻ നിൽക്കുക. ഹല്ലേലൂയ. അത് പല രീതിയിലാണ് സാത്താൻ പ്രവർത്തിക്കുന്നത്. പല രീതിയിൽ പ്രലോഭനം തരും. നീ മിണ്ടിപ്പോകരുത്, അതിന് പ്രതികരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രതികരിക്കണം. എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ജപമാല ചൊല്ലിയാണ് പ്രതികരിക്കേണ്ടത്. ഇല്ലാതെ അങ്ങോട്ട് വേണ്ടി ഞാൻ ഇപ്പം സംസാരിച്ച് കഴിഞ്ഞില്ലെങ്കിൽ, ഇപ്പം ഞാൻ ഇത് ചോദിച്ചില്ലെങ്കിൽ നാളെ എൻ്റെ തലയിൽ കയറും. ഇന്ന് ഞാൻ ഭർത്താവിനോട് മദ്യപിക്കരുതെന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെ മൊത്തം കുടുംബം നശിപ്പിക്കും. അങ്ങനെ പറഞ്ഞവർ എന്നോട് ചോദിക്കാറുണ്ട്, എത്ര കൊല്ലമായി ചേച്ചി ഈ ഒച്ചയും എടുത്ത് ബഹളം വെച്ച് വഴക്കിട്ട്? 10 കൊല്ലമായി എന്ന് പറയും. 10 കൊല്ലം മുമ്പ് മദ്യപിച്ചതിനേക്കാളും ഇച്ചിരിയെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല, കൂടിയിട്ടേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പിന്നെന്ത് കാര്യം? എന്നാൽ 10 കൊല്ലത്തിൽ എത്ര ജപമാല ചൊല്ലി ഈ കാര്യത്തിന്? ചൊല്ലിയിട്ടുണ്ടാവില്ല. ചൊല്ലാറുണ്ട്, അത് എല്ലാ പ്രാർത്ഥനയോടും ഓടുന്നു. അതിന് നിങ്ങൾ ഔട്ടായിട്ട് ജപമാല ചൊല്ലിയിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രാർത്ഥിക്കുക. മക്കൾ അടിമത്തനമാണ്, ഇത് മറ്റേ മൊബൈലും വെച്ച് യൂസ് ചെയ്യുകയാണ്, നിങ്ങളെ അനുസരിക്കുന്നില്ല. നിങ്ങൾ അവർക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിച്ച് സമർപ്പിക്കുക. ജപമാലയുണ്ട്, അതിലാണ് പ്രതികരിക്കേണ്ടിയില്ല. ഒച്ചയെടുത്ത് വേളം വെച്ച് പെരുവിറുത്ത് ചീത്ത വിളിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യം സംഭവിക്കുകയാണെങ്കിൽ അത് ദൈവം നിങ്ങളുടെ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്താ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ഇഷ്ടമില്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനെതിരെ നടക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അത് നന്ദി പറഞ്ഞ് ഏൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ ദൈവം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്.
അപ്പം തെളിഞ്ഞു വരും ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് നിങ്ങളുടെ ജീവിതത്തേക്കുള്ളതെന്ന്. ദൈവത്തിന് പദ്ധതിയുണ്ട്, അത് നമ്മൾ തടസ്സപ്പെടുത്തി വെച്ചിരിക്കാമോ? എന്താ ഒരു മതിൽ കെട്ടി വെച്ചിരിക്കുക, എൻ്റെ ആഗ്രഹം, എൻ്റെ പദ്ധതി എന്ന് പറഞ്ഞ ഒരു മതിൽ വെച്ചിരിക്കുക. ആ മതിലിലേക്ക് അങ്ങോട്ട് കടന്നു വരാൻ നമ്മൾ സമ്മതിക്കാറില്ല ദൈവത്തിൻ്റെ പദ്ധതിയെ. ആ മതിൽ ഒടിച്ചു കളയുക. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പദ്ധതി ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. അത് ജെറമ്യാ 29:11, അത് നിൻ്റെ നന്മയ്ക്കായിരിക്കും, നിൻ്റെ നാശത്തിന് ഒരിക്കലുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എളിമപ്പെടേണ്ടിയത് യെശയ്യാ 66:2, നീ അനുതപിച്ചും ദൈവവചനം പാലിച്ചോ ആണ് എളിമപ്പെടേണ്ടത്. അതാണ് ദൈവത്തിന് ഇഷ്ടം. ദിവസവും ഒരു സ്ലിപ്പ് കയ്യിൽ വയ്ക്കുക, ഒരു പേപ്പർ കയ്യിൽ വയ്ക്കുക, ഞാൻ എത്ര പ്രാവശ്യം ഔട്ടായി എന്നുള്ളത് അപ്പം കുറിച്ച് വയ്ക്കുക. ഇങ്ങനെ ഒരു മാസത്തേക്ക് ചെയ്യും. നിങ്ങൾക്ക് പിന്നത്തെ കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ ചെയ്യാം. ഒരു ചെറിയ സ്ലിപ്പ് ഇതുപോലെ ഒരു സ്ലിപ്പാക്കുക. എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഉണ്ടാവും. ഇങ്ങനെ ഒരു നീളത്തിന് ചെറുതായിട്ടൊരു സ്ലിപ്പ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായാൽ മതി. അത് വലിയ വാക്കിലൊന്നും എഴുതേണ്ട. അത് ഒന്ന് ഇന്ന് ഇപ്പോൾ ഈ കാര്യത്തിൽ ഔട്ടായി, രണ്ടാമത് ഔട്ടായി, മൂന്നാമത് ഞാൻ പ്രലോഭനത്തിൽ പെട്ടുപോയി, ഇതിൽ പെട്ട് എന്നിട്ട് അന്ന് നൈറ്റ് ജപമാല ചൊല്ലിക്കഴിഞ്ഞാൽ ഉറങ്ങണതിന് മുമ്പ് ഇതെല്ലാം ചൊല്ലി അനുദപിക്കുക. തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ആ സ്ലിപ്പ് സൂക്ഷിച്ച് വെക്കണം അവിടെ. അടുത്ത ദിവസം സ്ലിപ്പ് എഴുതണം. ഒന്നുപോലും വിട്ടുപോകരുത്. അത് ഒന്ന് ശ്രമിക്കുക. നിങ്ങൾ ശ്രമിച്ചു നോക്കുക, ഒരു മാസത്തേക്ക് നോക്ക്. എന്നിട്ട് ഇതെല്ലാം കൊണ്ടുപോയി കുമ്പസാരിക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ അടുത്ത ദിവസവും ഇതുപോലെ എഴുതുക. അടുത്ത ദിവസം ഇതിനേക്കാളും ചിലപ്പോൾ കൂടിയിട്ടുണ്ടാകും, വിഷമിക്കേണ്ട. എന്നിട്ട് അത് അനുദപിക്കുക. 2 ആഴ്ച കൂടുമ്പോഴത്തേക്ക് 14 പേപ്പർ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അത് നോക്കണം. അപ്പോൾ ഒരു 5-8 മണിക്കൂർ വേണ്ടി വരും സംസാരിക്കാൻ. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുക. ദിവസവും ചെയ്യുന്ന കോമൺ 1 അതൊക്കെ ഒരു സ്ലിപ്പിൽ എഴുതുക കോമൺ ആയിട്ട്. അങ്ങനെ എത്ര വന്നിട്ടുണ്ടോ ഇത്രയും ദിവസം ഈ കാര്യങ്ങൾ ഞാൻ ഈ പാവത്തിൽ ഞാൻ വീണ് പോയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ ശ്രമിച്ചു നോക്ക്. കൂട്ടത്തിൽ ദൈവം നിങ്ങളെ തനിച്ച് കാണും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് എളിമപ്പെടുന്ന രീതി. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ ഏറ്റു പറയുന്നതാ. അതാണ് എളിമപ്പെടൽ. ഞാൻ ചെയ്യുന്ന തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ പേരാണ് എളിമപ്പെടുന്നത്. ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള ഒരു അവബോധമാണ് എളിമപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറയണതൊക്കെ മനസ്സിലായ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ ഞാൻ പറയണ ഇതിൽ ഞാൻ ഇത്രയും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 കാര്യം എടുത്ത് വെച്ച് ആദ്യത്തെ ഒറ്റ പോയിൻ്റ്, മിണ്ടാതിരിക്കുക, പ്രതികരിക്കാതിരിക്കുക, എന്നിട്ട് ഔട്ടാകാതെ നോക്കുക. ഇത് നിൻ്റെ യുദ്ധം. എഫേസ്യർ 6:12, നിൻ്റെ പ്രിയപ്പെട്ടവരോടായിരിക്കരുത്, സാത്താനോടായിരിക്കണം. നിന്നെ പ്രലോഭിപ്പിക്കുന്നത് നിൻ്റെ മക്കളാകാം, ഭർത്താവാകാം, അമ്മയാകാം, അച്ഛനാകാം, അയൽക്കാരാകാം, കൂട്ടുകാരാകാം, റോട്ടിൽ പോകുന്നവരാകാം. അവരൊന്നുമില്ല. അവരോടായിരിക്കരുത് യുദ്ധം. അവരെ സ്നേഹിക്കണം. ഇത് ചെയ്യിപ്പിക്കുന്നത് സാത്താനാണ്. പ്രൈസ് ദി ലോർഡ്. എഫേസ്യർ 6:12 എടുത്ത് വായിക്കണം അത്. അപ്പോൾ ഇത് സാത്താൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെ ഉപകരണമാക്കി നിങ്ങളെ പ്രലോഭിപ്പിക്കും. എന്നിട്ട് നിങ്ങൾ പാവത്തിൽ വീഴും. എന്നിട്ട് അവരോട് വെറുപ്പുണ്ടാക്കി നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകത്തിക്കളയും. അപ്പോൾ അവരോട് ഒരിക്കലും നിങ്ങൾക്കൊരു സങ്കടം തോന്നാൻ പാടില്ല. അവരില്ല ചെയ്യുന്നതെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് വേണം. അത് ദൈവം അനുവദിച്ചു തന്നത് നിങ്ങളെ എളിമപ്പെടുത്തി ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം അനുവദിക്കാതെ ഒരുത്തനും നിങ്ങളെ വന്ന് പ്രലോഭിക്കാൻ വരില്ല, നിങ്ങളെ അപമാനിക്കില്ല, നിങ്ങളെക്കുറിച്ചില്ലാത്തതൊന്നും പറയില്ല. അഥവാ അത് അവർ പറയണ്ടെങ്കിൽ അത് സാത്താൻ പറയിപ്പിക്കുകയാണ്. ദൈവം അനുവദിച്ചും കൊടുക്കുന്നതാണ്. ദൈവം അനുവദിച്ചു കൊടുക്കുന്നത് നിന്നെ
എളിമപ്പെടുത്തി ദൈവത്തിലേക്ക് അടുപ്പിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്.